തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുണ്ട് ഈ ദുരന്തത്തിൽ. അതെല്ലാം കൂട്ടത്തോടെ സംസ്കരിക്കാൻ തീരുമാനമായിരിക്കുകയാണ്. പുത്തുമലയിലെ ഹാരിസൺസ് മലയാളത്തിന്റെ തോട്ടത്തിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ തുടരുകയാണ്. സർവമത പ്രാർത്ഥനയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നുള്ള ആ ദൃശ്യങ്ങൾ രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. രഘു, പുത്തുമല ഒരു ദുരന്ത ഭൂമിയാണ്. ആ ദുരന്ത ഭൂമി മറ്റൊരു ദുരന്തത്തിലെ ഇരകളെ ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുകയാണ്. 4 മണിയോടുകൂടി തുടങ്ങിയതാണ് ക്രമീകരണങ്ങൾ. എപ്പോൾ സംസ്കാരം നടക്കും? എത്ര പേരെയാണ് ഇന്ന് സംസ്കരിക്കുക? മധു, 5 വർഷം മുൻപ് ആ കാണുന്ന മലയിൽ നിന്നാണ് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ജീവിതങ്ങൾ, വീടുകളും പള്ളികളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവയെല്ലാം കുത്തിയൊലിച്ച് ഇതിലൂടെയാണ് അന്ന് ഉരുൾ ഒഴുകിപ്പോയത്. അന്ന് ലയത്തിലുണ്ടായിരുന്ന 19ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ഇതിന് ഇനിയും 5 പേരുടെയോളം മൃതദേഹം കണ്ടെത്തി. രഘു പറഞ്ഞു വന്നതുപോലെ തന്നെ പുത്തുമല ഒരു ദുരന്തമാണ്, ഒരു ദുരന്ത ഭൂമിയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതുപോലെ ഈ ഒഴുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തിനപ്പുറം ഉണ്ടായ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 27 തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ 40-ലധികം ശരീരഭാഗങ്ങളും അത് ഇന്ന് സംസ്കരിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിൽ ചില മാറ്റങ്ങളുണ്ട് എന്നാണ് ഈ നിമിഷം അറിയാൻ കഴിയുന്നത്. പുത്തുമല നമുക്ക് ഓർമ്മയുണ്ട്, ഇതുപോലെ വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങിയ ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലും ഇരകളായവർ, അവരെ ഏറ്റുവാങ്ങാൻ ആ ഭൂമി തയ്യാറെടുക്കുകയാണ്. രഘു, പറയൂ. കുഴികൾ എടുക്കാൻ വേണ്ടിയായിരുന്നു ജില്ലാ ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 30 കുഴികൾ എടുത്തിരുന്നു. അപ്പോഴാണ് അറിയുന്നത് 8 മൃതദേഹങ്ങൾ മാത്രമേ ഇന്ന് സംസ്കരിക്കുന്നുള്ളൂ. പക്ഷേ അപ്പോഴും വീണ്ടും അവിടെ നിന്നൊരു ജില്ലാ ഭരണകൂടത്തിൽ നിന്നൊരു അറിയിപ്പ് ഇവർ കിട്ടി, 8 കുഴികൾ കൂടി എടുക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കുഴികൾ എടുക്കുന്നതിനുള്ള ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് കാണാൻ വേണ്ടി സാധിക്കും. മൊത്തം ഇപ്പോൾ ഇവിടെ 38 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. തൊട്ട് മുകളിലായിട്ട് ഒരു പന്തൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആയിരിക്കും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കുക. ശേഷം അവിടെ സർവമത പ്രാർത്ഥനയുണ്ടാകും. കാരണം ഈ മൃതദേഹങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ആരുടേതാണ്, എവിടെ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടതാണ്, ആരുടെയാണ് എന്നുള്ളത് അറിയാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള മൃതദേഹങ്ങളാണ്. ഈ മൃതദേഹാവശിഷ്ടങ്ങളിൽ ഒരു 29 എണ്ണമേ ഉള്ളൂ നമുക്കൊരു മൃതശരീരത്തിൻ്റെ ആകൃതിയൊക്കെ ഉള്ളത്. പക്ഷേ അപ്പോഴും അതിൻ്റെ മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ബാക്കിയെല്ലാം ശരീരാവശിഷ്ടങ്ങളാണ്, ആന്തരികാവയവങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, ഒരു ദുരന്തത്തിൽപ്പെട്ട മൃതദേഹം ആയതുകൊണ്ട് അത് മോശമാവാനുള്ള സാധ്യത, മോർച്ചറിയിൽ വെച്ചാൽ പോലും കുറച്ചധികം ദിവസമാകുമ്പോൾ മോശമാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് മേൽപ്പാടി പഞ്ചായത്തിൽ സാധിക്കാത്ത മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അതിനുവേണ്ടി ാനമില്ല. അങ്ങനെയാണ് ഹാരിസൺ മലയാളത്തിന്റെ പുത്തുമലയിലെ ഈ സ്ഥലത്തേക്ക് എത്തിയത്. കാരണം ഈ പുത്തുമല, ഈ സ്ഥലത്ത് പണ്ട് ഈ ഉരുൾപൊട്ടലിന് മുൻപ് ലയങ്ങളും ഒപ്പം തന്നെ തേയിലച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഈ ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെ കൃഷിയൊന്നും ഉണ്ടായിരുന്നു, തരിശു കിടക്കുകയാണ്. എന്ന് മാത്രവുമല്ല, ചൂരൽമല പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വഴി നമുക്കിവിടെ നിന്ന് അങ്ങ് വിദൂരതയിൽ കാണാൻ സാധിക്കും. അതായത് ബസ് പോകുന്ന റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അത്രയും ഉള്ളൂ സഞ്ചരിച്ചാൽ ഈ സ്ഥലത്തെത്താൻ വേണ്ടി സാധിക്കും. ഇതിനുശേഷവും ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർ എന്ന് കരുതുന്നവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെത്തി ഒന്ന് അന്ത്യോപചാരം അർപ്പിക്കാൻ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി നൽകാൻ വേണ്ടിയാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശവും മറ്റും പഞ്ചായത്തിലേക്ക് തരുന്ന രീതിയിലേക്കുള്ള പേപ്പർ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇവിടെ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്.
നമുക്ക് ഇപ്പോൾ കാണുന്നതിൽ നിന്ന് ഏകദേശം അങ്ങ് ദൂരെ മാറി നമുക്ക് ആ മല ഇപ്പോഴും കാണാം. ഉരുൾപൊട്ടി ഒലിച്ചിറങ്ങി വന്ന ആ ഭാഗത്ത് മരങ്ങളൊക്കെ കിളിച്ച് വരുന്നുണ്ടെങ്കിലും 5 വർഷത്തിനിപ്പുറവും പൂർണ്ണമായ രീതിയിൽ അവിടെ മരങ്ങളൊന്നും ഇപ്പോഴും കിളിച്ചു വന്നിട്ടില്ല. അത്രമേൽ ശക്തിയായി ഒലിച്ചു വന്ന ഉരുളായിരുന്നു. പക്ഷേ മുൻകരുതൽ നൽകിയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെ നേരത്തെ തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയിരുന്നു. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ പറയുന്നത് അവിടെ പള്ളി ഉണ്ടായിരുന്നു, ധാരാളം വീടുകളുണ്ടായിരുന്നു, കൃഷിയിടങ്ങളുണ്ടായിരുന്നു. അവയൊക്കെയായിട്ടാണ് ആ ഉരുൾ ഇങ്ങനെ ഒഴുകി വന്ന് ലയത്തിന് മുകളിൽ കൂടി അങ്ങ് പോയത്. ആ ഒഴുകിപ്പോയ ഒരു പണ്ട് ഇപ്പോൾ നമുക്ക് എതിർവശത്തായി കാണാൻ സാധിക്കും ഒരു 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 നീർച്ചാലുണ്ട്. ആ നീർച്ചാലിന് ഒരു ചെറിയ കൈത്തോടായിരുന്നു ഈ രഘുനാഥ് നാരായണനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ ഉള്ളുലയ്ക്കുന്ന, നെഞ്ചു പിടയ്ക്കുന്ന ദൃശ്യങ്ങളാണ്. മണ്ണെടുത്തു പോയ ജീവിതങ്ങളാണ് തിരികെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. അത്രയും ഹൃദയഭേദകമായ കാഴ്ചയാണ്. പക്ഷേ അവർക്ക് കേരളം ആദരവോടെ വിട ചൊല്ലുകയാണ്. ഈ ഘട്ടത്തിൽ മേപ്പാടി ആശുപത്രിയിൽ നിന്ന് ഒരു ആംബുലൻസ് ആണ് നിലവിൽ പുറപ്പെട്ടുള്ളത്. തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മൃതദേഹം മാത്രമാണ്. തിരിച്ചറിയാൻ കഴിയുന്ന 27 മൃതദേഹങ്ങളുണ്ട്. ബാക്കിയെല്ലാം ശരീരഭാഗങ്ങളാണ്. അവയുടെ സംസ്കാരം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ എം കമൽ കൂടി ചേരുന്നുണ്ട്. കമൽ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഉള്ളത്. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നാണ് കമൽ നമുക്കൊപ്പം ചേരുന്നത്. കമൽ, ആ കമ്മ്യൂണിറ്റി ഹാള് ഒരു പക്ഷേ കമലിന് കൂടുതൽ അറിയുന്നുണ്ടാകും. പല ആഘോഷങ്ങൾക്കുമൊക്കെ വേദിയായ, പല കല്യാണങ്ങൾക്കും ജന്മദിനങ്ങൾക്കും അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമൊക്കെ വേദിയായ ഒരു സ്ഥലമായിരുന്നു ഈ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാള്. ആ ഹാള് പിന്നീട് ഒരു മോർച്ചറി ആവുന്നത് കേരളം കണ്ടു നിന്നതാണ്. ഇന്നതായിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ആദരവർപ്പിക്കാനും വേണ്ടി ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയൂ കമൽ. ആര്യ, ഈ നേരത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയ മൃതദേഹം പുത്തുമലയിലേക്കല്ല കൊണ്ടുപോയിരിക്കുന്നത്. ആ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് അവർ ഏറ്റുവാങ്ങി കൊണ്ടുപോയതാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി 8 മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് കൊണ്ടുപോകാനുണ്ട്. അത് ഇവിടെ നിന്ന് റിലീസ് ചെയ്യാനുള്ള ഓർഡർ ഇറങ്ങാനുള്ള താമസമുണ്ടായിരുന്നു. പക്ഷേ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനായി ആരോഗ്യ പ്രവർത്തകരൊക്കെ PPE കിറ്റൊക്കെ ധരിച്ച് റെഡിയായി നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് പുറപ്പെടും. അപ്പം കമൽ, ഒരു കാര്യം ചോദിച്ചോളൂ. അപ്പം നേരത്തെ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞ ആംബുലൻസ്, ആ മൃതദേഹം അത് എവിടേക്കാണ് കൊണ്ടുപോയത്? ആര്യ, ആ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് ഏറ്റുവാങ്ങി അവർ കൊണ്ടുപോയതാണ്. അത് ഈ പൊതു സംസ്കാര സ്ഥലത്തേക്കല്ല കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മറ്റ് 8 മൃതദേഹങ്ങളാണ്, തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങളാണ് ഈ പുത്തുമലയിലേക്ക് കൊണ്ടുപോവുക. അതിനായി ആ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓർഡർ ഇറങ്ങാനുള്ള താമസമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ 8 മൃതദേഹങ്ങളും അങ്ങോട്ട് പുറപ്പെടും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം.